3 വർഷം മുമ്പ് ആരംഭിച്ച സി വാഗേരി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇഴയുന്നു. നിർമ്മാണം മന്ദഗതിയിലായതോടെ യാത്രക്കാരും പൊടിശല്യം മൂലം സമീപവാസികളും ഏറെ ദുരിതത്തിലാണ്. നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. സി മുതൽ വാഗേരി വരെ 2 കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. പ്രവൃത്തികൾ ഒച്ചിഴയും വേഗത്തിലാണെന്നാണ് നാട്ടുകാരുടെ പരാതി. പാലക്കുറ്റിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. റോഡിൽ കല്ലുകൾ നിരത്തിയെങ്കിലും മറ്റു പ്രവൃത്തികൾ നിലച്ച അവസ്ഥയിലാണ്. കാലാവധിക്കുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് 2022 കരാർ ഏറ്റെടുത്ത കരാറുകാരനെ ഒഴിവാക്കിയിരുന്നു. പുതിയ കരാറുകാരനെ നിയമിക്കാൻ വൈകിയതും പ്രവൃത്തി നീണ്ടുപോകാൻ കാരണമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ യാത്രക്കാരും പൊടിശല്യം കാരണം റോഡിന് ഇരുവശത്ത് താമസിക്കുന്നവരും ദുരിതത്തിലാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായെന്ന് നാട്ടുകാർ പറയുന്നു. അത് തന്നെയല്ല, ഈ റോഡിൽ ഇപ്പോൾ ഈ കല്ല് കൊണ്ടിട്ട് 2 പ്രാവശ്യം ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഒരു ചേച്ചി ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. സജിനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവർ ഇതുവരെയായിട്ട് എണീറ്റ് നടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓട്ടോറിക്ഷ ഇതുമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായി ഈ റോഡിൽ വെച്ച്. അതുപോലെ തന്നെ മുകളിൽ ബൈക്കിൽ നിന്ന് വന്ന 2 കുട്ടികൾ മറിഞ്ഞു വീണു. അവരും ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള അപകടങ്ങൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മെറ്റലിട്ടതുകൊണ്ട്. ഇപ്പോൾ വേനലായി ഇതിന്റെ പൊടിയും മറ്റുള്ള ശല്യം കാരണം അടുത്ത വീടുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പണിയൊന്നും തീർത്തു തരുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് ഞങ്ങൾ അപേക്ഷിക്കും. ജനങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ ഓടുന്നത് ഇത് ഒത്തിരി ആനശല്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതിലേക്ക് വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ രാത്രികാലങ്ങളിലൊന്നും വിളിച്ചിട്ട് ഈ റോഡിൽ കൂടെ ഓടാൻ പറ്റാത്തതുകൊണ്ട് ഒത്തിരി പേർക്ക് വണ്ടി സൈഡാക്കി വെച്ച് പോകേണ്ട അവസ്ഥയാണ്. അപ്പം അധികാരികൾ ഇത് താഴ്മയോടുകൂടി ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പിന്നോക്കമായ ഒരു ജില്ലയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജില്ലകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അധികാരികൾ. KSRTCയും സ്വകാര്യ ബസ്സും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ ഓട്ടോറിക്ഷയ്ക്ക് പോലും കടന്നുപോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് റോഡ്. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ബിജു നാട്ടുനിലം, വയനാട് വിഷൻ, വാഗേരി.